Good morning, students. Today our topic Managerial Economics, Tools or Techniques or Principles of Managerial Economics. ആദ്യത്തെ ക്ലാസ്സുകളിലെ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നും വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജീരിയൽ എക്കണോമിക്സ് അതുപോലെ തന്നെ എക്കണോമിക്സ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എക്കണോമിക് ടൂൾസ് ഓർ ടെക്നിക്സ് ആർ അപ്ലൈഡ് ഇൻ മാനേജീരിയൽ ഏരിയ ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഈസ് കോൾഡ് ആസ് മാനേജീരിയൽ എക്കണോമിക്സ്. മാനേജ്മെൻറ്റിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. അപ്പോൾ എന്താ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്. സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. സെലക്ട് ദ ബെസ്റ്റ് ചോയ്സ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. ഒരുപാട് ചോയ്സസ് ഉള്ളപ്പോൾ അതിന്ന് ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയാം. മാനേജ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ് ഇത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ. നമുക്കറിയാം ബിസിനസ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ എപ്പോഴും ക്രൈസിസ് ആണ്, അൺസെർട്ടനിറ്റീസ് ആണ്, റിസ്ക് ആണ്. റിസ്ക് എന്ന് പറയുമ്പോൾ പോസിബിലിറ്റി ഓഫ് ലോസ്, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം ബിസിനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അത്തരം സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് മാനേജ്മെൻറ്റിൻ്റെ. അപ്പോൾ ഇത്തരത്തിലൊരു നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് അതിനെക്കുറിച്ചിട്ടുള്ള നല്ലൊരു അറിവുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് അല്ലേ. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ റെക്കഗ്നിഷൻ ഓഫ് നീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെക്കഗ്നിഷൻ ഓഫ് നീഡ് അതായത് ആദ്യം നമ്മുടെ ആവശ്യത്തെ കണ്ടെത്തുക, ദെൻ അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക, അതിനാവശ്യമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തും, ഓരോ ഓൾട്ടർനേറ്റീവിനെയും വിലയിരുത്തും, അതിന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോസസ്സാണ് ഇത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും അൺസെർട്ടനിറ്റീസ് അതുപോലെ തന്നെ റിസ്ക്കും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത്തരം സിറ്റുവേഷനിൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് എക്കണോമിക് ടൂൾസോ എക്കണോമിക് പ്രിൻസിപ്പിൾസോ ഒക്കെ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവിടെ ഏതൊക്കെ തരത്തിലുള്ള കോൺസെപ്റ്റ്സ് ആണ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, തന്നെ ഫങ്ഷൻസ് ചോദിക്കാം അല്ലെങ്കിൽ കോൺസെപ്റ്റ് ചോദിക്കാം, പ്രിൻസിപ്പിൾസ്, ടൂൾസ് ഓർ ടെക്നിക്സ് ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ ആൻസറാണ്. അതായത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പാഠ്യ വിഷയത്തിൽ അല്ലെങ്കിൽ അതിൽ എന്തുമാത്രം എക്കണോമിക് കോൺസെപ്റ്റുകൾ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഇസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്, ഇക്യു മാർജിനൽ കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് എന്താ പറയുക ടൈം പെർസ്പെക്റ്റീവ്നെസ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്നാണ്, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മൾ പറയുകയാണ് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം വളരെയധികം ക്രൈസിസിലാണ്, ഈ സ്ഥാപനം അടച്ചു പൂട്ടണോ വേണ്ടോ എന്നൊക്കെ പറയുന്ന ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലും അത്തരം സിറ്റുവേഷനിലും മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ദെൻ അതിനെ വളരെ നന്നായിട്ട് വിലയിരുത്തിയിരിക്കണം. ഇത്തരത്തിലുള്ള എക്കണോമിക് ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് വേണോ വേണ്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എക്കണോമിക് ടൂൾസ് ഓർ ടെക്നിക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ബേസിക് principles of managerial economics. then പിന്നെ ടൂൾസ് എന്നോ ടൂൾസ് ഓർ ടെക്നിക്സ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നമുക്ക് പറയാറുണ്ട്. Then ഇതാണ് in today's topic, basic principles of managerial economics or tools or techniques in managerial economics, or what are the important theories of managerial economics, or what are the important concept of managerial economics. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിതിനെ പറയാറുണ്ട്. ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണെങ്കിലും ടൂൾസ് ആണെങ്കിലും ടെക്നിക്സ് ആണെങ്കിലും പ്രിൻസിപ്പിൾസ് ആണെങ്കിലും ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ ആൻസർ മാത്രം എഴുതുക. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം
First one, decision making is the core function of managerial economics. Some fundamental concepts and techniques help the management to take an accurate decision. Then some managerial economic concepts are applied in managerial area for taking fruitful decision. That concept is called as managerial concept, managerial economic concept. അതായത് ചില കോൺസെപ്റ്റുകളുടെ സഹായത്തോടു കൂടി മാനേജ്മെൻറ്റിന് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നു. അതിന് നമ്മളെ സഹായിക്കുന്ന ചില ടൂൾസോ ടെക്നിക്സിനെയോ ആണ് മാനേജീരിയൽ എക്കണോമിക്സ് ടൂൾസോ ടെക്നിക്സ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. ഓപ്പർച്യൂണിറ്റി cost concept. Opportunity cost. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റിലെ എന്താ നിങ്ങൾ കേട്ടു? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. അതിലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ദെൻ അതിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എനിത്തിങ്, ദ കോസ്റ്റ് ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് വിച്ച് ഗിവൺ അപ്പ്. നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ഫോർ ഗോയിങ് ഓർ ഗിവിങ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി. It is the earnings that would be realized if the available resources were put to some other uses. Thus, opportunity costs are measured by the sacrifice made in the decision. Opportunity costs are measured by the sacrifices made in the decision. If there is no sacrifice, there will be no opportunity cost. If there is no sacrifice, അതായത് ഒരു സാക്രിഫൈസും ഇല്ല എങ്കിൽ അവിടെ എന്തില്ല? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഫ്രൂട്ട്സ് ഉണ്ട്, രണ്ട് കയ്യിലും 2 ഫ്രൂട്ട്സ് ഉണ്ട്. ദെൻ ആരെങ്കിലും അത് ഒരു ഫ്രൂട്ട്സ് എനിക്ക് വേണമെന്ന് പറഞ്ഞ രീതിയിൽ നല്ല വികൃതിയുള്ള ആൺകുട്ടികൾ ആരെങ്കിലും അത് പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെച്ചാൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ 2 ഫ്രൂട്ട്സും ഒരേ സമയം നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ ആ 2 ഫ്രൂട്ട്സും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരെണ്ണം എത്രയും പെട്ടെന്ന് അയാൾക്ക് കൊടുത്തിട്ട് ഒരെണ്ണമായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഓടി പോവുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരെണ്ണമെങ്കിലും നമുക്കവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഒന്ന് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊന്ന് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അവിടെ നമ്മളോട് പറഞ്ഞതാണ്, ഇഫ് ദർ ഈസ് നോ സാക്രിഫൈസ് വാല്യൂ ദർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒന്നും തന്നെ സാക്രിഫൈസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കവിടെ എന്തില്ല? അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അവിടെ എന്താ പറഞ്ഞത്? ഇപ്പോൾ ഈ 2ഉം നമുക്ക് വേണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്, 2 ഫ്രൂട്ട്സ് നമുക്ക് വേണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ 2 ഫ്രൂട്ട്സ് നമുക്ക് ഒരേ സമയം കൈവശം വയ്ക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ അടുത്ത് അത് പിടിച്ചു വാങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മറ്റൊന്ന് നമ്മൾ കൈവശം വയ്ക്കും അല്ലേ? അവിടെ ഒന്ന് സാക്രിഫൈസ് ചെയ്യുമ്പോൾ മറ്റൊന്ന്, അപ്പോൾ നമ്മൾ എന്താ നോക്കുക? എനിക്ക് ഏതാണ് ഒരു ഇത്തിരി ഇഷ്ടം കുറവ് തോന്നുന്നത്, എനിക്ക് ഇതാണ് ബെറ്റർ എന്ന് തോന്നുമ്പോൾ അത് കൊടുക്കും, അല്ലെങ്കിൽ ഇതാണ് ബെറ്റർ എന്ന് തോന്നുമ്പോൾ അത് കൊടുക്കും. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്തിട്ട് മറ്റൊന്ന് എടുക്കും. ദെൻ അനദർ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് അല്ലേ, ആ ഒരു ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് റെൻറ്റിന് കൊടുക്കാം. വൺ ഓഫ് ദി ഓപ്ഷനാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാ മാസവും നമുക്കതിൻ്റെ റെൻറ്റ് കിട്ടും. ദെൻ വൺ ഓഫ് ദി ഓപ്പർച്യൂണിറ്റി. അതർവൈസ് നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ബിസിനസ് നടത്താം, അതും അല്ലെങ്കിൽ നമുക്കത് വിൽക്കാം. ഇങ്ങനെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പം നമ്മൾ നോക്കുക, എല്ലാം നമുക്ക് ഒന്നുകിൽ വിൽക്കാൻ പറ്റില്ല, ഒന്നുകിൽ വിൽക്കാം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് റെൻറ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ബിസിനസ് നടത്താൻ പറ്റില്ല, ബിസിനസ് നടത്തണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താണ്? എല്ലാം ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ബെസ്റ്റ് ഏതാണോ നോക്കിയിട്ട് ആ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ അവിടെ സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്, വാട്ട് ഈസ് മെൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് എനിത്തിങ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഗിവൺ ഔട്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഈസ് കോൾഡ് ആസ്
opportunity cost. It refers to the cost of foregoing or giving up an opportunity. അതിനെ അതിനെ നമ്മൾ പറയുന്നത് foregoing or giving up an opportunity എന്നാണ്. It is the earnings that would be realized if the available resources were put to some other users. അതായത് നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ബിൽഡിങ്ങിൻ്റെ കേസിൽ പറഞ്ഞു, ഒരു കുട്ടിയുടെ കയ്യിലുള്ള ഫ്രൂട്ട്സിനെ കുറിച്ച് പറഞ്ഞു. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആ ഡോക്ടറുടെ സർവീസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കോ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽസ് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ തന്നെ അവിടെ എല്ലാം ഒരേ സമയം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത്, ഇതിനേക്കാളും ബെറ്റർ അതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്ന് മറ്റുള്ളതെല്ലാം ഒഴിവാക്കി ഒന്നിനെ സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി cost concept. Next best alternative cost is called as for giving an opportunity. Next best alternative which is given up, നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഏതാണോ that is called as opportunity cost concept. If there is no sacrifice involved by a decision, there will be no opportunity cost. We can think of opportunity cost. The opportunity cost is also called as alternative cost or transfer cost. Then ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമ്മൾ ട്രാൻസ്ഫർ കോസ്റ്റ് എന്നുള്ള പേരിലോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്നുള്ള പേരിലോ ഒക്കെ അറിയപ്പെടാറുണ്ട്. ട്രാൻസ്ഫർ ഓർ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയാം, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ഗിവൺ അപ്പ്. ദെൻ ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ഫോർഗോയിങ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫോർഗോയിങ് ഓർ ഗിവിംഗ് അപ്പ് ആൻ ഓപ്പർച്യൂണിറ്റി ഈസ് കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. ദെൻ സെക്കൻഡ് കോൺസെപ്റ്റ് ഈസ്, ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ദ കോൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിൽ ഇത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദിസ് കോൺസെപ്റ്റ് ഈസ് സെലക്ടിങ് ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ദിസ് കോൺസെപ്റ്റ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ദെൻ ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഈ കോൺസെപ്റ്റ് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഓപ്പർച്യൂണിറ്റി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ദിസ് കോൺസെപ്റ്റ് ഹെൽപ്പ് ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് പലരും പല രീതിയിലാണ് പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് അവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് ഹെൽപ്പ് ഇൻ ദ ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അതായത് നമുക്ക് അവൈലബിൾ റിസോഴ്സ്, നമുക്ക് ആ ബിൽഡിംഗ് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻകം മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ നമ്മൾ അതേസമയം അവിടെ ഒരു ബിസിനസ് നടത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കാം. റിസ്ക് ആൻഡ് റിട്ടേൺ അത് കൂടുകയും കുറയുകയും ചെയ്യാം, പക്ഷെ അവിടെ പോസിബിലിറ്റി ഉണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ ആ ഒരു മെത്തേഡിൽ നമ്മളങ്ങനെ പറയാം, ദറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഹെൽപ്പ് ഇൻ ദ സെലക്ട് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്, നമുക്ക് കിട്ടിയിട്ടുള്ള റിസോഴ്സസിനെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. Then that is the first one. Second one is principle of incrementalism. Second point is principle of incrementalism. Principle of incrementalism. Incrementalism. Second point ആണ്, one of the concept of incrementalism.
That means incremental cost or the important incremental concept of used in managerial economics are incremental revenue and incremental cost. Then incremental cost is a change in total cost resulting from a decision. It is a change in total cost as a result of change in level of output. That means ഇവിടെ incremental cost concept എന്നോ incrementalism total കോസ്റ്റോ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ ഇത് മനസ്സിലാവണമെങ്കിൽ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ് ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് ഇൻക്രിമെൻ്റൽ കോൺസെപ്റ്റ് ഓർ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അതുകൊണ്ടോ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റിൽ ഏതെങ്കിലും രീതിയിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ decision taken by the management, that concept is called as incremental cost concept. ഇവിടെ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിനെ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യുക. ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കാം, അതേസമയം വേരിയബിൾ കോസ്റ്റ് ഉണ്ടായിരിക്കാം, അതേസമയം പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാം. ഈ സെല്ലിംഗ് പ്രൈസിലേക്ക് എങ്ങനെ ഇരുന്ന് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ്. അവിടെ പ്രോഫിറ്റ് വേണ്ട, നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ് അവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ആണോ ഫിക്സഡ് എഫ് പ്ലസ് വി, അതായത് ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെന്താ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ സാധാരണ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് ഈസ് if there is no change in the cost due to change in volume of output. If there is no change in volume of output, there is no change in cost. That cost is called as fixed cost. അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഔട്ട്പുട്ട് കൂട്ടിയാലോ കുറച്ചാലോ നമ്മളെ ബാധിക്കാത്ത കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഇപ്പം നമ്മളൊരു ഏരിയ എടുക്കുകയാണ്, ഒരു റൂം എടുക്കാം. ആ റൂമിൽ നമ്മൾ 100 യൂണിറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേസമയം ആ റൂമിന് കൊടുക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് ഒരു 5000 റുപ്പീസാണെന്ന് കരുതാം. നമ്മൾ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 150 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കാം. 150 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റിൽ യാതൊരു വ്യത്യാസവുമില്ല, ഫിക്സഡ് കോസ്റ്റ് അവിടെ സെയിം ആയിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 5000 തന്നെയായിരിക്കും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റും 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, മെറ്റീരിയലൊക്കെ അതിനനുസരിച്ച് കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ വേരിയബിൾ കോസ്റ്റിലെ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റിൽ നമ്മൾ എടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടിക്കൊണ്ടിരിക്കും. കണ്ടോ? അപ്പോൾ തന്നെ അവിടെ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കില്ല 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. 200 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനേക്കാളും കോസ്റ്റ് കൂടും. കോസ്റ്റ് കൂടുക എന്ന് പറയുന്നത് എന്താ? അതിനനുസരിച്ച് നമ്മൾ എടുക്കേണ്ട ഡയറക്റ്റ് മെറ്റീരിയലോ ഡയറക്റ്റ് ലേബറോ ഡയറക്റ്റ് എക്സ്പെൻസോ ആണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. എന്നാൽ വൺ ഓഫ് ദി എക്സാമ്പിളാണ് റെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ട ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. കേട്ടോ? അപ്പോൾ നമുക്ക് 5000 റെൻ്റ് ആണെന്ന് കരുതാം. ദെൻ അവിടെ ഫിക്സഡ് കോസ്റ്റ് 3000 ആണ്. ദെൻ അവിടെ ടോട്ടൽ കോസ്റ്റ് 8000 വരാം. കണ്ടോ? ഇനി നമ്മൾ അതായത് 8 ഈസ് ഈക്വൽ ടു 5 + 3. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ വീണ്ടും 8 തന്നെ ഇവിടെ യൂണിറ്റ് കൂട്ടുന്നുണ്ട്. യൂണിറ്റ് കൂട്ടുമ്പോൾ ചിലപ്പോൾ 4 ആവാം. അപ്പോൾ തന്നെ ഇവിടുത്തെ കോസ്റ്റ് മാറി 9 ആയിരിക്കും അല്ലേ? ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, ഇത് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 5 ആക്കാം. അപ്പോൾ ഇവിടെ 10 വരും. കണ്ടോ? ഇവിടെ നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ ഈ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഫിക്സഡ് കോസ്റ്റ് വോള്യൂം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് യാതൊരു ചേഞ്ചും വരുന്നില്ല, അത് അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് വാട്ട് ഈസ് മെൻ ബൈ ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ
ദ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഒരു തീരുമാനം മൂലം ടോട്ടൽ കോസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ കോസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയാം. ഇഫ് ദർ ഈസ് എ change in total cost, if there is a change in total cost due to change in the decision taken by the management എടുക്കുന്ന തീരുമാനം മൂലം, അതായത് 10 യൂണിറ്റ് ഉള്ളത് 20 യൂണിറ്റ് ആക്കാം, 20 യൂണിറ്റ് ഉള്ളത് 30 യൂണിറ്റ് ആക്കാം, 30 യൂണിറ്റ് ഉള്ളത് 40 യൂണിറ്റ് ആക്കാം. ഇങ്ങനെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, അതിങ്ങനെ മാറി മാറി വരും കേട്ടോ. അപ്പോൾ ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് due to change in the decision taken by the management, that cost concept is called as ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസത്തിലെ 2 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ആണെന്ന് പറഞ്ഞു. ദെൻ അവിടെ 2 തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ ഇൻക്രിമെൻ്റലിസം എന്ന് പറയുമ്പോൾ ഇൻക്രിമെൻ്റലിസം 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ദെൻ അവിടെ ഫസ്റ്റ് വൺ ഈസ് ഇൻക്രിമെൻ്റൽ കോസ്റ്റും സെക്കൻഡ് വൺ ഈസ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇപ്പോൾ 2 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം ഈസ് ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ എക്കണോമിക്സ് ടൂൾസ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസത്തിലെ ദെൻ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ആൻഡ് ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റിന് നമ്മൾ എന്തെന്ന് പറയുന്നു എന്ന് പറഞ്ഞു, ഇഫ് ദർ ഇസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്, ഇവിടെ എന്താ വരുന്നത്, change in total cost due to change in decision. കണ്ടോ, ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസിഷൻ. ഇവിടെ ചേഞ്ച് ഇൻ റവന്യൂ, change in revenue due to change in decision. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസത്തിന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കോൺസെപ്റ്റ്, ഇൻക്രിമെൻ്റൽ റവന്യൂ. ഇൻക്രിമെൻ്റൽ കോസ്റ്റിന് എന്താ പറയുക, ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസിഷൻ. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ്, ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ, change in total revenue due to change in decision. That revenue concept is called as incremental revenue. അപ്പോൾ ഞാനൊന്നുകൂടെ വായിച്ചിട്ട് പറയാതെ. ദെൻ ഇൻക്രിമെൻ്റലിസം ഓർ ഇൻക്രിമെൻ്റൽ റീസണിങ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് decision alternatives. 2 important incremental concept are incremental cost concept and incremental revenue. Incremental cost is change in total cost due to change in decision taken by the management. Decision taken by the management. It is a change in total cost, result of change in total level of output. ടോട്ടൽ ഔട്ട്പുട്ടിൽ ഉണ്ടായേക്കാവുന്ന വ്യത്യാസം മൂലം ടോട്ടൽ കോസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയാം. ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്, due to change in the decision taken by the management, that is called as incremental cost. The next one is incremental revenue, means the change in total revenue due to change in the volume of, due to change in the decision taken by the management, or due to change in output, or due to change in price. അതായത് പ്രൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ, ഔട്ട്പുട്ട് കൂടുതൽ വിൽക്കുകയോ അല്ലെങ്കിൽ കുറവ് വിൽക്കുകയോ ചെയ്യുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടോ. ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം മൂലം, അതായത് ഫിക്സഡ് കോസ്റ്റിനെ മാത്രമായിട്ട് ബാധിക്കരുത്, വേരിയബിൾ കോസ്റ്റിനെ മാത്രമായിട്ട് ബാധിക്കരുത്, ടോട്ടൽ കോസ്റ്റിനെയോ ടോട്ടൽ റവന്യൂവിനെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ while taking a decision, a managerial economics always determines the worthwhileness of decision on the basis of the
criteria, incremental revenue should exceed incremental cost. Incremental principles can be used in theories of കൺസംഷൻ. ഈ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മളവിടെ അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണ് നമുക്കത് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസംഷൻ. തിയറി ഓഫ് കൺസംഷൻ. തിയറി ഓഫ് കൺസംഷൻ. ദെൻ തിയറി ഓഫ് പ്രൊഡക്ഷൻ. Theory of production. Then theory of pricing. Theory of pricing. Theory of distribution. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്തരം മേഖലകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഈസ് ഡിഫർ ഫ്രം ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. Incremental cost is the difference is cost due to a decision by subtracting the incremental cost from incremental revenue. Then the proposed change in activity can be calculated. Opportunity cost includes all the economic cost of scarce input. Opportunity cost is subtracted from the total revenue. അതായത് ഇപ്പം നമ്മൾ രണ്ട് കോൺസെപ്റ്റുകളാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റും രണ്ടാമത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കോൺസെപ്റ്റുമാണ്. അതായത് ഇൻക്രിമെൻ്റ് അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതിൽ സെലക്ട് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഫോർ ഗിവൺ അപ്പ്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഏതാണോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുക? ഫോർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലാണ് അപ്ലൈ ചെയ്യുക അല്ലേ? ഈ അതിൽ ഇഫ് ദർ ഈസ് നോ സാക്രിഫൈസ് വാല്യൂ ദർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി. അവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് ഈ പൈസ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാമായിരുന്നു, അപ്പോൾ ഈ പൈസ ഇതിനേക്കാൾ കൂടുതൽ അതിന് ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഏതിനാണുള്ളത്? നമ്മുടെ കയ്യിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതും ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊരു 1 lakh rupees ഉണ്ട്, നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? ആ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുന്നിലുണ്ടാവും. ആ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് മാക്സിമം റിട്ടേൺ കിട്ടുന്ന, മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഏതാണോ അതിലായിരിക്കും നമ്മൾ ആ 10,000 അല്ലെങ്കിൽ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന് നമ്മൾ ട്രാൻസ്ഫർ കോസ്റ്റ് എന്നുള്ള പേരിലോ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇഫ് ദർ ഈസ് എ സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരു വേർഡ് കാണുകയാണെങ്കിൽ ആ സാക്രിഫൈസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റുമായിട്ട് നിങ്ങളത് കണക്ട് ചെയ്യണം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റിനെ ട്രാൻസ്ഫർ കോസ്റ്റ് എന്നുള്ള പേരിലോ അതുമല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് എന്നുള്ള പേരിലോ അറിയപ്പെടുന്നു. ദാറ്റ് കോസ്റ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾ ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്നതിൻ്റെ മീനിങ് തന്നെ ഇൻക്രിമെൻ്റൽ റീസണിങ്. ദെൻ ഇൻക്രിമെൻ്റലിസം ഓർ ഇൻക്രിമെൻ്റൽ റീസണിങ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസിഷൻസ് ഓഫ് ഓൾട്ടർനേറ്റീവ്. നമ്മളെടുക്കുന്ന ഒരു തീരുമാനം മൂലം ടോട്ടൽ കോസ്റ്റിലോ ടോട്ടൽ റവന്യൂവിലോ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്ന ആ ടേം 2 തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്നും അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്ന രീതിയിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്, എന്താണ് ഇൻക്രിമെൻ്റൽ റവന്യൂ? ദ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസിഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ്, ഡ്യൂ ടു ചേഞ്ച് ഇൻ ദ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്, ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, ഇങ്ങനെയൊക്കെ പറയാം. ദെൻ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് മെന്റ് ബൈ കോസ്റ്റ്. Cost means the expenses incurred for a production. Then cost means the expenses incurred for a production. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാകാവുന്ന എക്സ്പെൻസസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസിഷൻ. ദാറ്റ് കോസ്റ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ആസ് incremental cost concept. The next one is incremental revenue. Change in total cost due to change in decision. Incremental revenue എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡിസിഷൻ, ഡ്യൂ ടു ചേഞ്ച് ഇൻ വോള്യൂം ഓഫ് ഔട്ട്പുട്ട്, ഡ്യൂ ടു ചേഞ്ച് ഇൻ
പ്രൈസ്, അതായത് പ്രൈസ് മൂലമോ ഔട്ട്പുട്ട് മൂലമോ അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന ഡിസിഷൻ മൂലമോ ടോട്ടൽ കോസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻക്രിമെൻ്റൽ റവന്യൂ എന്നുള്ളത് പറയുന്നത്. ഇൻക്രിമെൻ്റൽ റവന്യൂ മീൻസ് ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡ്യൂ ടു ചേഞ്ച് ഇൻ decision, volume of output or price, etc. Then next one is different incrementalismത്തിലെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആർ അപ്ലൈഡ്. ദാറ്റ് ഈസ് അതായത് ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്? തിയറി ഓഫ് കൺസംഷൻ, തിയറി ഓഫ് കൺസംഷൻ, തിയറി ഓഫ് പ്രൊഡക്ഷൻ, തിയറി ഓഫ് പ്രൈസിങ്, തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. തിയറി ഓഫ് അതായത് കൺസംഷൻ തിയറിയിലോ പ്രൊഡക്ഷൻ തിയറിയിലോ പ്രൈസിങ് തിയറിയിലോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ തിയറിയിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഈ പറയുന്ന ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 2 കോൺസെപ്റ്റുകൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ: ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. ആൻഡ് തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ദെൻ തേർഡ് വൺ ഈസ് ടൈം പെർസ്പെക്റ്റീവ്. എന്താണ് ടൈം പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന മൂന്നാമത്തെ പോയിൻ്റാണ്. ടൈം പെർസ്പെക്റ്റീവിലെ ടൈം പ്ലേസ് എ ഡിസിസീവ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. Time plays a decision-making role in economic theory, particularly in pricing. It was Marshall who introduced the element of time in the value theory. He conceived 4 market forms based on they are very short period, very long period. Then in managerial economics, we are concerned with the short run and long run effect of decision or revenue. A decision should be taken only after studying the short run and long run effect on cost and revenue. ഇതാണ് ഇവിടെ ടൈം പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ദെൻ ടൈം പെർസ്പെക്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 4 തരത്തിലാണ് അവിടെ പറയുക: വെരി ഷോർട്ട് പീരീഡ്, very short period, long period, and very long period. അപ്പോൾ ഇങ്ങനെ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്ന ടൈം പെർസ്പെക്റ്റീവ് ഈസ് എ ഡിസിസീവ് റോൾ ഇൻ എക്കണോമിക് തിയറി, എസ്പെഷ്യലി ഇൻ പ്രൈസിങ്. അതായത് പ്രൈസിങ് ടെക്നിക്സിൽ, പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഈസ് മീൻ ബൈ പ്രൈസ്? ദ എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി, ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൈസ്. ആ ഒരു കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ച് വാല്യൂ ഫിക്സ് ചെയ്യുന്നതിൽ പ്രൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ടൈം പ്ലേസ് എ ഡിസിസീവ് റോൾ ഇൻ എക്കണോമിക് തിയറി, particularly in pricing. It was Marshall who introduced the element of time in the value theory. He conceived 4 market forms based on time. They are very short period, long period, and secular period. In managerial economics, we are concerned with the short run. A decision should be taken only after studying the short run and long run effect on cost and revenue. കോസ്റ്റിലോ റവന്യൂലോ ഉണ്ടാകാവുന്ന ഒരു ഇഫക്റ്റാണ് അവിടെ ഏതിനെക്കുറിച്ച് കാണിക്കുന്നത്. ദെൻ അതായത് ഇവിടെ നമുക്ക് ടൈം പെർസ്പെക്റ്റീവിൽ പലപ്പോഴും നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്? ഷോർട്ട് പീരീഡ് എന്നോ, ദെൻ ലോങ് പീരീഡ് എന്നോ, വെരി ഷോർട്ട് പീരീഡ് എന്നോ, വെരി ലോങ് പീരീഡ് എന്നൊക്കെ സമയത്തിനെ ആസ്പദമാക്കിയിട്ടൊരു പഠനം നടത്താറുണ്ട്. നിങ്ങൾ എക്കണോമിക്സിലെ മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ പഠിക്കാറുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചറിലൊക്കെ എന്ത് സംഭവിക്കാറുണ്ട്? മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ, മൊണോപ്പൊളി മാർക്കറ്റ് അല്ലേ, അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മൾ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഷോർട്ട് റൺ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ലോങ് റൺ. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ലോങ് റണ്ണിൽ ഫിക്സ് ചെയ്യുന്നതും ഷോർട്ട് റണ്ണിൽ ഫിക്സ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഷോർട്ട് റണ്ണിലോ ലോങ് റണ്ണിലോ ഉണ്ടാകാവുന്ന പ്രൈസിലുണ്ടാകാവുന്ന വ്യത്യാസമുണ്ട്. ദെൻ അവിടെ നമ്മൾ പറയുന്നത് ഇത്രയാണ്.
അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ടൈം പേഴ്സ്പെക്റ്റീവ്, സമയത്തെ ആസ്പദമാക്കുക എന്ന് പറയുന്നത്, ടൈം പേഴ്സ്പെക്റ്റീവ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. മാനേജീരിയൽ എക്കണോമിക്സിൽ ടൈം പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കോൺസെപ്റ്റാണ്. ആ ടൈം പേഴ്സ്പെക്റ്റീവിലെ വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയാനുള്ള കാരണം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതിൽ നമ്മൾ സാധാരണ രീതിയിൽ ഷോർട്ട് പീരീഡോ, വെരി ഷോർട്ട് പീരീഡോ, ലോങ് പീരീഡോ, വെരി ലോങ് പീരീഡോ ഒക്കെ ആയിട്ട് തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാർഷൽ ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട്, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കോൺസെപ്റ്റ് മനസ്സിലായി. അപ്പോൾ ഏതൊക്കെയാണ് 3 കോൺസെപ്റ്റ്? ഫസ്റ്റ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ ഈസ് principle of incrementalism, and third concept is time perspective, and fourth one is principle of discounting. The next one is discounting principles. Fourth concept is principle of discounting. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ദ വാല്യൂ ഓഫ് റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ദ വാല്യൂ ഓഫ് റുപ്പി today is worth more than the value of rupee received in future. ഇതാണ് ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ടിങ് കോൺസെപ്റ്റിൽ എന്താ പറഞ്ഞത്? ദ വാല്യൂ ഓഫ് റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. അതായത് ഇപ്പം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താ ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ, ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് തീർച്ചയായിട്ടും ആ ഫ്യൂച്ചറിൽ കിട്ടുന്നതിനേക്കാളും വർത്ത് ഈസ് മോർ ദാൻ ടുഡേ. അതായത് ഏറ്റവും ആദ്യം റിസീവ് ചെയ്യുന്നതാണ് ഏറ്റവും ഇതായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കാം, ദ വാല്യൂ ഓഫ് റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. നമുക്കറിയാമല്ലോ, നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ടൊരു 10,000 രൂപ കിട്ടുന്നതും ആ 10,000 രൂപ ഇന്ന് കിട്ടുന്നതും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ആ പണത്തിൻ്റെ മൂല്യത്തിലുണ്ടാകാവുന്ന വേരിയേഷൻ. 10 വർഷം കഴിഞ്ഞിട്ട് നമുക്കൊരു 10,000 രൂപ കിട്ടുകയാണെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന 1000 രൂപയുടെ വിലയെ നമുക്ക് 10 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ എപ്പോഴും പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്, പ്രസൻറ്റ് വർത്ത് എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ ദ റുപ്പി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ എപ്പോഴും അതിൻ്റെ മൂല്യം കുറയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാം. അതായത് അന്ന് ഒരു 1000 രൂപയ്ക്ക് കിട്ടിയിരുന്ന സാധനങ്ങൾ ഇന്നൊരു 1000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ എന്താ ഈ 1000 രൂപയ്ക്ക് എന്താ സംഭവിച്ചിരിക്കണേ? ആ പണത്തിന് എന്താ സംഭവിച്ചിരിക്കണേ? ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലൊരു 10,000 രൂപയുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് ആ 10,000 രൂപ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇന്ന് വാങ്ങിക്കുന്നതിൻ്റെ പകുതി പോലും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ഓഫ് റുപ്പി, അവിടെ ആ പണത്തിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന, വാല്യൂവിലുണ്ടാകാവുന്ന മൂല്യശോഷണമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ വില ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കണ്ടോ? അതാണ് അവിടെ ആ വേർഡ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. നമ്മൾ സാധാരണ ഇപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിലൊക്കെ നമ്മൾ ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ടാണ് 1,00,000 രൂപ കിട്ടുന്നതെന്ന് വെച്ചാൽ അതൊരിക്കലും നമുക്ക് എന്താവില്ല. 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആ പൈസ കിട്ടുമോ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് വാല്യൂവിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ദ വാല്യൂ of rupee today is worth more than the value of rupee received in future. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവണോ? When a firm makes a capital investment, it spends money now and it can earn profit in the future. To decide whether the investment is profitable, the firm calculates the present value of future returns by discounting them.
Thus, the discounting principle helps to determine whether the investment proposal is profitable or not. Discounting principle is very useful in capital budgeting decision. ഇവിടെ ഈ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ഏരിയ ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കംപ്രൈസസ് two terms. First one is capital and second one is budgeting. Then first one is capital and second one is budgeting. അപ്പോൾ then അവിടെ എന്താ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബഡ്ജറ്റ് മീൻസ് പ്ലാനിങ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്. അപ്പോൾ ഈ ടേം തന്നെ നമുക്കറിയാവുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് ഓൾസോ ദറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്. അതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന ടെക്നിക്സ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഏരിയ എവിടെയാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലാണ്. സോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. അപ്പോൾ BBA പഠിക്കുന്ന കുട്ടികളൊക്കെ നെക്സ്റ്റ് ഇനി ഫൈനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കും. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഏരിയാസ് ഒക്കെ നമ്മൾ പഠിക്കും. ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് പഠിക്കുന്ന സമയത്ത് ഏരിയാസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, 3 കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, സെക്കൻഡ് വൺ ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ദീസ് ആർ ദി ഏരിയാസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലെ ദെൻ അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റോ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങോ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. ആ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ടൂൾസ് ദെൻ അവിടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്. അതിൽ വരുന്നതാണ് അർജൻസി മെത്തേഡ് ഉണ്ടാവാം, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഉണ്ടാവാം, ബെനിഫിറ്റ് കോസ്റ്റ് അനാലിസിസ് ഉണ്ടായിരിക്കാം. ഇതെല്ലാം ഏതിൻ്റെ ഒരു കോൺസെപ്റ്റുകളാണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നെക്സ്റ്റ് സെമസ്റ്ററുകളിൽ തേർഡ് സെമ്മിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. ഈ കോൺസെപ്റ്റുകളെല്ലാം തന്നെ നമുക്കിതൊന്ന് എന്തായാലും ഈ ഒരു പീരീഡ് കൊണ്ട് അവസാനിക്കില്ല. ഒരു പീരീഡ് കൂടെ നമുക്കിത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ കോസ്റ്റ് കോൺസെപ്റ്റുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന 3 കോൺസെപ്റ്റ്, 3-4 കോൺസെപ്റ്റ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 4 കോൺസെപ്റ്റ് കൂടെ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ ഈസ് principle of incrementalism, and third one is time perspective, and fourth one is principle of discounting. Then first concept എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്താണെന്ന് നോക്കാം. മാനേജീരിയൽ എക്കണോമിക് ടൂൾസ് ഓർ ടെക്നിക്സ്, ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് അല്ലേ, ഫങ്ഷൻസ് പറയാം, തിയറീസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൽ ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ടൂൾസ് ഓർ ടെക്നിക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ചോദിക്കാം. അപ്പോൾ ഇതിനൊക്കെ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ദെൻ ഫസ്റ്റ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഇൻക്രിമെൻ്റലിസം, തേർഡ് വൺ ഈസ് നമ്മൾ പഠിച്ചെന്തായിരുന്നു ടൈം പെർസ്പെക്റ്റീവ്സ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ്. വാട്ട് ഈസ് മെൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? എല്ലാവരും ഇപ്പോൾ പെട്ടെന്ന് പറയും. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഫോർ ഗിവൺ അപ്പ്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ് ഏതാണോ അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് നോ സാക്രിഫൈസ് വാല്യൂ ദർ ഈസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് കോൺസെപ്റ്റ് എന്തായിരുന്നു? ഇൻക്രിമെൻ്റലിസം. ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ എക്കണോമിക് ടൂൾ. ദെൻ ദാറ്റ് കോൺസെപ്റ്റ് കംപ്രൈസസ് 2 terms, incremental cost and incremental revenue. What is meant by incremental cost? If there is a change in total cost due to change in decision taken by the management or output or price etc., that cost is called as incremental cost. Then what is meant by total incremental revenue? If there is a change in total revenue, due to change in, if there is a change in total revenue due to change in decision taken by the management or price of the commodity or volume of output
that revenue is called as incremental revenue. ടോട്ടൽ കോസ്റ്റിലോ ടോട്ടൽ റവന്യൂവിലോ ഉണ്ടാകായേക്കാവുന്ന ചേഞ്ചസ്, അതിനെയാണ് നമ്മൾ ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്നോ ഇൻക്രിമെൻ്റൽ റവന്യൂ എന്ന് പറയുന്നത്. ഈ ഇൻക്രിമെൻ്റൽ റവന്യൂവും ഇൻക്രിമെൻ്റൽ കോസ്റ്റുമാണ് ഏത് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇൻക്രിമെൻ്റലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദെൻ ഫോർത്ത് വൺ ഈസ് എന്താ പറഞ്ഞത്? ടൈം പേഴ്സ്പെക്റ്റീവ്. ടൈം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിസീവ് റോൾ ഇൻ മാനേജീരിയൽ എക്കണോമിക്സ്. കണ്ടോ? ദെൻ ആൽഫ്രഡ് മാർഷൽ ക്ലാസിഫൈഡ് ദ ടൈം ഇൻറ്റു 4. ദെൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെരി ഷോർട്ട് പീരീഡ്, ദെൻ ഷോർട്ട് പീരീഡ്, വെരി ലോങ് പീരീഡ് ആൻഡ് ലോങ് പീരീഡ്. ദെൻ ഫോർത്ത് കോൺസെപ്റ്റ് ഈസ് കോൾഡ് എസ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്ങിലെ ദ വാല്യൂ ഓഫ് റുപ്പി ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ വാല്യൂ ഓഫ് റുപ്പി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ. ദെൻ ദിസ് ടെക്നിക്സ് ആർ അപ്ലൈഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. 4 കോൺസെപ്റ്റുകൾ എടുത്തിട്ടുള്ളൂ. വീണ്ടും നെക്സ്റ്റ് 4 കോൺസെപ്റ്റുകളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക. ദെൻ അതിലില്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.